ഏഷ്യ കപ്പിലും ഓപ്പറേഷൻ സിന്ദൂർ. പ്രധാനമന്ത്രിയുടെ ട്വീറ്റാണ്. ഏഷ്യ കപ്പിനെ വലിയ മാർജിനിൽ തോൽപ്പിച്ച ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ വലിയ മാർജിനിൽ തോൽപ്പിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ 19.1 ഓവറിൽ 145 റൺസിന് പുറത്തായി. വളരെ കുറച്ച് റൺസിന് പുറത്തായി. മറുപടി ബാറ്റ് ഇന്ത്യ 19-4 ഒരു 3 ബാളിൻ്റെ വ്യത്യാസത്തിൽ ലക്ഷ്യം മറികടന്നു. അപ്പോൾ വളരെ വലിയ രീതിയിലാണ് ഇന്ത്യ കളി ജയിച്ചത്. വളരെ ഈസി ആയിട്ടുള്ളൊരു കളിയായിരുന്നു. പക്ഷേ കളി ടഫായിരുന്നു. പക്ഷേ ഞാൻ ഈസി ആയിട്ട് ജയിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ മന്ത്രിയെ കൊണ്ടുവന്ന് ട്രോഫി നൽകാൻ, ഈ ജയിച്ചതിൻ്റെ കപ്പ് നൽകാനുള്ള ശ്രമം നടന്നെങ്കിലും അത് പൊളിച്ചു കളഞ്ഞു. ഇന്ത്യ കപ്പ് മേടിച്ചില്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കാത്ത വിവാദം നേരത്തെ വന്നു. ഇന്ത്യ പാകിസ്ഥാന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനുമാണ് ഏഷ്യ കപ്പിൽ ഫൈനൽ വരുന്ന ടീമായി കളിച്ചല്ലേ കഴിയുള്ളൂ. കളിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ നന്നായി തോൽപ്പിച്ചു. ഒരുപക്ഷേ നമ്മളെ തോൽപ്പിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാനിലും വലിയ ആഘോഷവും വിജയാഘോഷവും അത് വേറൊരു തരത്തിലേക്കൊക്കെ മാറിയേനെ. പക്ഷേ എന്തായാലും പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു. നമ്മൾ കപ്പ് മേടിച്ചില്ല. അങ്ങനെ കപ്പ് കൊടുക്കാൻ വന്ന പാകിസ്ഥാൻ മന്ത്രി തിരിഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ചാനലുകളിൽ കണ്ടത്. എന്തായാലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് ക്രിക്കറ്റിലും ചെയ്തിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ട്വീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും അഭിമാനമുണ്ടാകുന്നൊരു ജയമാണ്. ഇന്ത്യ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ വിജയകരമായ കളികളിൽ ജയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കപ്പ് വാങ്ങുന്നതിൽ പാകിസ്ഥാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തിയതിൽ ഒരു നിഗൂഢതയുണ്ട്. അല്ലെങ്കിൽ ആ കപ്പ് മേടിക്കണമായിരുന്നു. പക്ഷേ കപ്പ് മേടിക്കണം എന്ന് പറയുമ്പോൾ എന്തിന് ICCയിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷനിലും അവിടുത്തെ രാജ്യത്തുമൊക്കെ ഒരുപാട് ഈ ക്രിക്കറ്റ് നടന്ന രാജ്യത്തുമൊക്കെ ഒരുപാട് പ്രധാനികളുണ്ടല്ലോ. അവരെയെല്ലാം ഒഴിവാക്കി VVIPകളെ ഒഴിവാക്കി പാകിസ്ഥാൻ മന്ത്രിയെ തന്നെ കൊടുപ്പിക്കുന്നതിൻ്റെ ഒരു ദുഷ്ടലാക്കുണ്ടല്ലോ. ആ ദുഷ്ടലാക്ക് വളരെ കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് കപ്പ് വേണ്ട എന്നുള്ളൊരു പ്രതിഷേധം. പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്ന് പറയുന്നു. പഴയ ഇന്ത്യ ആണെങ്കിൽ ഈ തർക്കവും വഴക്കുമൊക്കെ ജനങ്ങളിലേക്കൊന്നും വലുതായിട്ട് വ്യാപിക്കത്തില്ല. അതിങ്ങനെ മുകളിൽ തട്ടിൽ രാഷ്ട്രീയ ലീഡർഷിപ്പിലൊക്കെ നിൽക്കുകയുള്ളായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യൻ ജനത അങ്ങനെയല്ല. അത്രമാത്രം ആഴത്തിലുള്ള പരുക്കാണ്, ആഴത്തിലുള്ള മുറിവാണ് പഹൽഗാം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കൊണ്ടുവന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്നും നമുക്ക് ആ പക അല്ലെങ്കിൽ ആ പ്രതിഷേധം തീർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നാം ഇങ്ങനെ കാണിച്ചത്. അത് തികച്ചും ശരിയാണ്. കാരണം നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണെങ്കിൽ അത് മേടിക്കണം. പക്ഷേ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനിടയിൽ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന പോലെ പാകിസ്ഥാൻ മന്ത്രിയെ കൊണ്ടുവന്നത് ഒരുതരം അവഹേളിക്കലാണ് ഇന്ത്യയെ. ആ അവഹേളിക്കൽ എന്തായാലും ഇന്ത്യ ഒഴിവാക്കി. കപ്പ് വാങ്ങിയില്ല. പക്ഷെ കപ്പ് വാങ്ങിയാലും ഇല്ലെങ്കിലും നമ്മൾ ജയിച്ചു. ലോകത്തിൻ്റെ മുന്നിൽ, ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ വീണ്ടും ഇന്ത്യയുടെ തല ഉയർന്നു നിൽക്കുന്നു. ഏഷ്യ കപ്പ് കുറച്ചു കാലം കപ്പായിൻ്റെ രൂപത്തിൽ വന്നില്ലെങ്കിലും ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും. ഇനി കപ്പ് ചിലപ്പോൾ ഇനി അല്ലാത്ത വേറെ ആരെങ്കിലും അയച്ചു കൊടുത്തുകൊണ്ടോ ഒക്കെ രാജ്യം വാങ്ങൂ എന്നുള്ളത് വേറൊരു വിഷയം. എന്തായാലും ഏഷ്യ കപ്പിൽ ഇന്ത്യ ജയിച്ചു. ഇന്ത്യൻ ടീമിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്നും ഇത് വാങ്ങാത്ത ഇന്ത്യൻ ടീമിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ക്രിക്കറ്റിലും വന്നതിൽ വളരെ സന്തോഷം. ഇന്ത്യ അതാണ് എല്ലാ കാലവും. ഇന്ത്യ എന്നതൊരു വികാരം മാത്രമാണ്, ഒരു വിചാരം കൂടിയാണ്, ഒരു ചിന്തയാണ്. അത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്.